കേരളത്തിലെ മൂന്നിടത്ത് നടന്ന ഇലക്ഷനിൽ BJP ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. BJPക്കിടയിൽ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങളാണ്. സുരേന്ദ്രൻ ആ സ്ഥാനത്ത് നിന്നും എത്രയും വേഗം രാജിവെക്കണം എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കന്മാരിപ്പം രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും വന്ന വാർത്ത സുരേന്ദ്രൻ രാജിവെക്കണ്ട എന്നാണ്. ഇപ്പം മൂന്നിടത്ത് തോൽവി ഏറ്റുവാങ്ങിയതുകൊണ്ട് സുരേന്ദ്രൻ രാജിയൊന്നും വെക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായി തന്നെ സുരേന്ദ്രനെ ന്യായീകരിക്കുന്ന രീതിയാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ. പക്ഷെ ഇവിടെ കേരളത്തിൽ സുരേന്ദ്രനെതിരെ ഒരു വലിയ പടയൊരുക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സുരേന്ദ്രന് BJP നയിച്ചാൽ ഇത് തകർന്നു പോകും എന്നാണ് അവർ പറയുന്നത്. സുരേന്ദ്രന് പകരം വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കണം. എന്നാൽ ചില ആൾക്കാർ സ്വയം ആ സ്ഥാനത്തേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നു. ചില ആൾക്കാർ പറയുന്നു 5 കോടി കൊടുത്താൽ ഈ സ്ഥാനം കിട്ടും, അതുകൊണ്ട് 5 കോടി രൂപ കൈക്കൂലിയായിട്ട് കേന്ദ്രത്തിൽ കൊടുത്താൽ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം കിട്ടുമെന്നും പറഞ്ഞ് ചില ആൾക്കാർ ആ രീതിയിൽ നടക്കുന്നു. അപ്പോൾ എങ്ങനെയും സുരേന്ദ്രനെ ഇറക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം മുൻ കേന്ദ്രമന്ത്രി മുരളീധരന് ആ സ്ഥാനത്തിരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ പലർക്കും അവിടെ കയറിയിരിക്കാനുള്ള ആഗ്രഹം പലരും ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനുമുണ്ട് ആ സ്ഥാനത്തിരിക്കണമെന്നുള്ള ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷക്കാർ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതൊന്നും കേന്ദ്രം കോരിക്കെടുത്തിട്ടില്ല. സുരേന്ദ്രൻ ആ സ്ഥാനത്തിന് ഇരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആര് കലാപം ഉണ്ടാക്കിയാലും അതൊന്നും നടക്കുകയില്ല. സുരേന്ദ്രൻ തന്നെ ആ സ്ഥാനത്തിരിക്കും. ഇവിടെ 41 കോടി രൂപ കള്ളപ്പണം വന്നു BJP. അത് ഈ കുറുവാ സംഘം അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. നമ്മളാരും പറയല്ല, BJPക്കാർ തന്നെ അത് പോസ്റ്റർ ഒട്ടിക്കുകയും അത് പരസ്യമാക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ BJPയിലുള്ള നേതാക്കന്മാർ ചിലർ കുറുവാ സംഘത്തിൽപ്പെട്ടവരാണ് എന്ന് അവർക്ക് ബോധ്യമാവുകയും അവർ അത് ചുവരെഴുത്തിലൂടെ ബോർഡിലൂടെ അത് പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ചാനലുകാരൊക്കെ അതെടുത്ത് ശരിക്കും ആഘോഷിച്ചു. അപ്പം BJPക്കകത്ത് തന്നെ പുകഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. അപ്പോൾ ഈ 41 കോടി രൂപ എങ്ങോട്ട് പോയി, ആരടിച്ചു മാറ്റി, ആരുടെയൊക്കെ കൈകളിലെത്തി, എത്തിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ കീഴ്ഘടകത്തിലുള്ള സാധാരണ വിശ്വാസികൾക്കൊന്നും ഇതിനെക്കുറിച്ചൊരു അറിവുമില്ല, ഒരു ബന്ധവുമില്ല. അത് നേതാക്കന്മാർ തന്നെ അത് വീതിച്ചെടുത്തു. ഇതിനകത്ത് BJPയുടെ ഒരു സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്,
രമേശ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അവരുടെ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി. അഴിമതി ഉണ്ടെന്നാണ് അവർ പറയുന്നത്, സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ BJP നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വിളിച്ചു പറയുന്നു, ചാക്കും കെട്ടിനകത്താണ് വോട്ടിവിടെ ചുമ്മിക്കൊണ്ട് വന്നിട്ടത്, അതിൻ്റെ കാവൽക്കാരനായിരുന്നു ഞാൻ. അപ്പം ആ പണമെല്ലാം അവിടെ നിന്ന് പലരും വന്ന് ചുമന്നുകൊണ്ട് പോയി. അവസാനം 35 ലക്ഷം രൂപ വേറൊരു നേതാവ് വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ ഇതൊക്കെ അവർ തന്നെ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണം ഈ കുറുവാ സംഘങ്ങളുടെ കയ്യിൽ എത്തപ്പെട്ടു എന്നാണ് ഇതറിയാവുന്നവരിപ്പം പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലവർ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. ചിലപ്പോൾ അവർക്കും അതിൻ്റെ ഒരു ഓഹരി കിട്ടിക്കാണുമായിരിക്കും, അവരാരും ഇപ്പോൾ വിളിച്ചത് വരുന്നില്ല. എന്നാൽ രമേശ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നു 10 പൈസയുടെ ക്രമക്കേടോ 10 പൈസയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് എൻ്റെ ജോലി ഞാൻ നിർവഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തെ അവരുടെ പാർട്ടിയിൽ നിന്നും വെളിയിലാക്കി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ പണം, വാഹനങ്ങൾ വാങ്ങി, നേതാക്കന്മാരെല്ലാം വില കൂടിയ വാഹനങ്ങളൊക്കെ വാങ്ങി, കാറുകൾ വാങ്ങി, ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടുത്തുന്ന ആളെ. അപ്പം ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം. പണം പോയ വഴികളും ചിലവായ വഴികളും, ചിലവാക്കിയവരാരാണ്, പണം കൊണ്ടുപോയത് ആരാണ് ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇന്നത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഞാൻ പറയാം, എനിക്ക് പറയാനുണ്ട്, ഞാനത് പറയും എന്ന് അദ്ദേഹവും പറയും. അപ്പം ഈ BJP നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ അവരുടെ ഇടയിൽ തന്നെ ഉള്ളവർ, അവരുടെ പ്രവർത്തകർ തന്നെ ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു, ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരുന്നു. വേറെ ആരുമല്ല, അപ്പം നമ്മളാരുമല്ല, BJPക്കാർ തന്നെയാണ് ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സുരേന്ദ്രൻ 1 കോടി രൂപ കൊണ്ടുപോയെന്ന് പറയുന്നു. കുറേ പേര് ഇത് തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ ഇന്ന് BJP നേതാക്കന്മാരെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അവരുടെ പ്രവർത്തകരെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴാണ് സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് ഇത്രയും വേഗം മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, സുരേന്ദ്രൻ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കുറുവാ സംഘങ്ങളാരും രംഗത്ത് വരുന്നില്ല, അതിനെതിരെ ശബ്ദിക്കുന്നില്ല. ഏതോ ഒരു വഴികൾ പരുവത്തിൽ ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആവശ്യം പോലെ പണം കേന്ദ്ര സർക്കാർ ഈ ഘടകത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്, കള്ളപ്പണം. അപ്പോൾ അവർ ചെയ്യുന്നൊന്നും രാജ്യദ്രോഹ കുറ്റങ്ങളൊന്നുമല്ല, നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഇത് വേറെ ആരെങ്കിലും ചെയ്താൽ രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞവരെ ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിച്ച് അവരൊക്കെ പിടിച്ച് ജയിലിലാക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവർ തന്നെ ആയതുകൊണ്ട് അതൊന്നും കുറ്റമല്ല, നല്ല കാര്യങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ നേതാക്കന്മാരൊക്കെ
രക്ഷപ്പെട്ടു പോവുകയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കേരള ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് അനുപൂർണമായി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രയാസങ്ങളില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.